നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ടാണ് അടുത്ത കാലം വരെയും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങളുടെ ചിന്ത കുറച്ചുകൂടി മാറിത്തുടങ്ങി. കാരണം പലപ്പോഴും പല ജോലിക്കും പെൻഷനില്ലാതെ കോൺട്രിബ്യൂട്ടറി പെൻഷനൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും മാറി. എന്നാൽ വിദേശത്തേക്ക് കടന്നാലോ എന്നൊക്കെയുള്ളതായി. എങ്കിലും ഇവിടെ ഞാനീ പറയുന്ന വ്യക്തി സുനിൽ 24-ാം വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തൃപ്തികരമായ ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ കഴിയാതെ വന്നു. അപ്പോൾ IUI ഒക്കെ ചെയ്ത് ഒരു കുട്ടിയുണ്ടായി, ഒരാൺകുട്ടിയുണ്ട്. പക്ഷേ ദാമ്പത്യ ജീവിതം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ചികിത്സ തേടി ഇവിടെ എത്തിയത്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ജന്മനാ തന്നെ ഒരു ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ഉള്ളതുപോലാണ് തോന്നുന്നത്. ഒരു വശത്ത് പെനീസിൻ്റെ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ വേണ്ടത്ര ബ്ലഡ് ഒഴുകിയെത്തുന്നേയില്ല, വളരെ മോശമാണ്. ആർട്ടറിയൊക്കെ ഒരു ഹൈപ്പോപ്ലാസ്റ്റിക് ആർട്ടറിയാണ് കാണുന്നത്. റൈറ്റ് സൈഡിൽ കുറേശ്ശേ ഉണ്ട്, എങ്കിലും ഒരു ദൃഢതയുള്ള ഉദാഹരണം, പെനിട്രേറ്റീവ് സെക്സിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഇതിവിടെ വരുന്നതിന് മുൻപ് തന്നെ ഹൈ ഡോസിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു, ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് ഇംപ്ലാന്റ് ഓപ്പറേഷനാണ്. ഇംപ്ലാന്റ് ചെയ്താൽ പിന്നെ ആജീവനാന്തം വേറെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് പെനൈൽ പ്രോസ്തസിസ് ഇംപ്ലാന്റ് ഓപ്പറേഷനാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാമിന്നുന്നത് പെട്ടെന്നൊരു സംശയം കടന്നു വന്നു. ഡോക്ടറെ, ഇംപ്ലാൻ്റൊക്കെ വയ്ക്കാം, പക്ഷേ അത് കഴിഞ്ഞാൽ എനിക്ക് സർക്കാർ ജോലി കിട്ടുമോ? ഞാൻ കുറേ കാലമായിട്ട് PSC ടെസ്റ്റിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മിലിറ്ററിയിൽ ജോലി കിട്ടിയാൽ ഒരു പട്ടാളക്കാരനായിട്ട് ജീവിക്കാൻ, രാഷ്ട്ര സേവനം ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിന് തടസ്സമാകുമോ? ഞാൻ കേട്ടിട്ടുണ്ട് പല ശാരീരിക പരിശോധനകളും അവർ പെനീസിലും മണികളിലൊക്കെ ഇങ്ങനെ ഞൊട്ടി നോക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇംപ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്യില്ലേ? ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി കിട്ടുന്നതിന് തടസ്സമാകില്ലേ? അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യും? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടുന്നതിന് ഇംപ്ലാന്റ് ഒരിക്കലും ഒരു തടസ്സമാവില്ല. ഇംപ്ലാന്റ് വയ്ക്കുക എന്ന് പറയുന്നത് ഒരാളുടെ നോർമൽ സെക്ഷൽ ഫങ്ഷൻ മരുന്നുകളുടെ സഹായത്തോടെയൊക്കെ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇംപ്ലാന്റ് ഓപ്പറേഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നതിന് തടസ്സമാകേണ്ട യാതൊരു കാരണവുമില്ല. കാരണം മറ്റൊരു ഫങ്ഷനെയും ഇംപ്ലാന്റ് ഓപ്പറേഷൻ ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റ് ഓപ്പറേഷൻ നടത്തിയ ഒരാൾക്ക് ജോലി നിഷേധിച്ചതായിട്ട് ഇന്ന് വരെ ഒരു കേട്ടുകേൾവിയുമില്ല. അങ്ങനെയൊരു പ്രശ്നം ഇല്ല. പിന്നെ പട്ടാളത്തിലൊക്കെ ആളെ എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എന്തെങ്കിലും മാരകമായ രോഗങ്ങളുള്ള വ്യക്തിയാണോ, പട്ടാളത്തിൽ സേവനം ചെയ്യുന്നതിന് അവരേത് കാറ്റഗറിയിലേക്കാണോ പോകുന്നത്, അവിടെ യുദ്ധരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്നുള്ള അസുഖങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ അസുഖം ആ സേവനത്തെ ബാധിക്കുമോ, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് മാത്രമാണ് ജോലിക്ക് തടസ്സം വരുന്നത്. എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ? ഇതൊരു ഉദാഹരണക്കുറവ് അംഗവൈകല്യമൊന്നുമല്ല, ആ തരത്തിൽ ജോലിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാശങ്കയുടെ ആവശ്യമില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.